മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ കടച്ചക്ക അഥവാ ചീമച്ചക്ക എന്ന പേരിലൊക്കെ നമ്മൾ അറിയപ്പെടുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു പച്ചക്കറി പറ്റിയാണ്. നമുക്കൊക്കെ സുപരിചിതമാണ് ഈ കടച്ചക്ക അഥവാ ചീമച്ചക്ക. കാരണം നമ്മുടെ കേരളത്തിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഇത് കണ്ടുവരുന്നുണ്ട്. അതുപോലെ ഇംഗ്ലീഷിൽ ഇതിന് ബ്രെഡ് ഫ്രൂട്ട് എന്ന പേരിലാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇലകൾ നിങ്ങൾ നോക്കുക, വളരെ വലിപ്പമുള്ള ഇലകളാണ്. വലിപ്പമുള്ള ഇലകളൊക്കെ ആണെങ്കിലും വളരെ ഉയരത്തിലൊക്കെ വളരുമെങ്കിലും പക്ഷേ ഈ സസ്യത്തിൻ്റെ തടി വളരെ ദുർബലമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ ഉണങ്ങിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മണ്ണിനോട് ലയിച്ചു ചേരുന്ന ഒരിലയാണ്. അപ്പോൾ ഇതിൻ്റെ ഇല മുറിക്കുമ്പോഴും അതുപോലെ തന്നെ ഈ ചക്ക പറിക്കുമ്പോഴും ഒക്കെ പാലിൻ്റെ നിറമുള്ള കറ ഉണ്ട്. അതായത് നമ്മുടെ ചക്ക അരക്കിന് തുല്യമായ കറയാണ് ഉണ്ടാകുന്നത്. ഒരു പക്ഷേ അങ്ങനെയുള്ള കറ ഉള്ളതുകൊണ്ടായിരിക്കാം ഇതിന് ചീമച്ചക്ക എന്ന പേര് വന്നത്. അല്ലാതെ ചക്കയുടെ ഗുണങ്ങളുമായിട്ടോ ചക്കയുമായിട്ടോ ഇതിന് യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളുമില്ല. അതുപോലെ തന്നെ ചക്ക പഴുക്കുന്ന ഉടനെ നമുക്ക് അത് കഴിക്കാൻ പറ്റും, നല്ലതാണ്. എന്നാൽ ഇത് പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ കൊള്ളത്തില്ല, നമുക്കിത് പാഴ്വസ്തുവാക്കി കളയാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, ചക്ക എന്ന പേര് ഉണ്ടായത് തന്നെ കറ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ചക്കയേക്കാൾ ഉപരി നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് വെച്ച് പിടിപ്പിക്കാൻ ആൾക്കാർ മടിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കടപ്ലാവ് ഉള്ളിടത്ത് കടം കയറി നശിക്കും എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ തന്നെ കടപ്ലാവ് ഉള്ളിടത്ത് ശവം കൂടി നിറയും എന്നും ഒരു ചൊല്ലുണ്ട്. ഇത് രണ്ടും തെറ്റിദ്ധാരണാജനകമാണ്. അപ്പം പഴയ കാലങ്ങളിൽ നമ്മൾ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പണ്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കടപ്ലാവ്, ഈ ചുവപ്ലാവ് നമ്മൾ വെച്ച് കഴിയുന്നുണ്ടെങ്കിൽ ഇതിന് വളരാനും കായ്ഫലം തരാനുമൊക്കെ ധാരാളം ജലാംശം ആവശ്യമാണ്. അപ്പം ആ കടപ്ലാവ് നിൽക്കുന്ന പ്രദേശത്തെ വെള്ളത്തെ, മറ്റ് സസ്യങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തെ എല്ലാം ഇത് യാദശം ചെയ്യും. പിന്നെ മറ്റൊന്ന്, ഇതിൻ്റെ വേരുപടലം അതിശക്തമാണ്. ഒരു കടപ്ലാവ് അതിന് ചുറ്റുപാടുമുള്ള വേരുകളുടെ ആ അതികാഠിന്യം മൂലം മറ്റൊരു കൃഷിയും ചെയ്യാനൊക്കത്തില്ല. കാരണം ഈ കൃഷികൾക്ക് ചെയ്യുന്ന വളമല്ല ഈ വേരങ്ങ് വലിച്ചെടുക്കും. അതുകൊണ്ട് മറ്റ് കൃഷികളൊക്കെ വിജയപ്രദമല്ല. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം കടം കയറി മുടിയും എന്ന പേര് വന്നത്. കാരണം ഒരു ചീമപ്ലാവ് അല്ലെ കടപ്ലാവ് നിൽക്കുന്ന ചുറ്റളവിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമുക്കത് നഷ്ടമാണ്. കാരണം അത്രയും സ്ഥലത്ത് ഒരു കൃഷി ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ അത് ഒരു പക്ഷേ കടക്കിണിയിലാകും എന്നുള്ള ചൊല്ലിൻ്റെ ഒരു അർത്ഥം നമുക്ക് സങ്കല്പിക്കാം. പിന്നെ മറ്റൊന്നും, ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ ദുർബലമാണെന്ന് ഞാൻ പറഞ്ഞു. നിറയെ ശക്കകളൊക്കെ കായ്ച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഭാരം കൂടുകയും അങ്ങനെ ദുർബലമായ ശിഖരങ്ങൾ ഒടിഞ്ഞ് തറയിൽ വീഴുകയും അങ്ങനെ മനുഷ്യർക്കാർക്കോ അപകടം പറ്റി ഒരു പക്ഷേ മരണപ്പെട്ടു പോവുകയും ചെയ്തിരിക്കാം. അതുകൊണ്ടായിരിക്കും ഈ ശവം കൊണ്ട് നിറയുമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും അത് രണ്ട് ചൊല്ലുകളും തെറ്റാണ്. ഇത് നമുക്ക് ഇപ്പോൾ വലിയ വില കിട്ടുന്ന ഒരു സാധനം കൂടിയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം കൊടുത്താൽ 50 രൂപ മുതൽ മേപ്പോട്ട് 100 രൂപ വരെ വിലയുണ്ട് സന്ദർഭോചിതമായിട്ട്. ഒരു കടപ്ലാവ് നമ്മൾ വെച്ച് പിടിപ്പിച്ചാൽ 3 വർഷം, 2നും 3നും ഇടയ്ക്ക് വെച്ച് അത് കായ്ഫലം തരും. എന്നാൽ വയ്ക്കുന്ന സമയം പോലെ അത് വയ്ക്കുന്ന ആ വർഷം തന്നെ കായ്ക്കണമെങ്കിൽ കായ്ഫലമുള്ള ഒരു കടപ്ലാവിൻ്റെ കമ്പ് നമുക്ക് ലെയർ ചെയ്തെടുക്കാം. കായ്ഫലമുള്ള ഒരു കടപ്ലാവിൻ്റെ ഇളം കമ്പ് ലെയർ ചെയ്താണിത്. അധികം മുറ്റാത്ത ഇളം കമ്പ്. ആ ഇളം കമ്പിൻ്റെ ചുറ്റും 1 സെൻറ്റിമീറ്റർ കനത്തിൽ വേര്, 1 സെൻറ്റിമീറ്റർ ചുറ്റളവിൽ തൊലി നമ്മൾ വൃത്തത്തിൽ നീക്കം ചെയ്തതിന് ശേഷം നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ല് പുരട്ടി ആ മണ്ണും ഇച്ചിരി ചാണകം എല്ലാം കൂടെ കുഴച്ച് റെഡിയാക്കി വട്ടം തേച്ച് പിടിപ്പിച്ച് തുണി കൊണ്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടോ ചുറ്റി വെച്ച് കുറച്ച് ദിവസം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേരിറങ്ങുന്നുണ്ടെങ്കിൽ നമുക്കത് താഴ്ഭാഗം വെച്ച് മുറിച്ചെടുത്ത് നമുക്ക് നട്ടുപിടിപ്പിച്ചാൽ ആ വർഷം തന്നെ കായ്ഫലം കിട്ടും. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഈ വലിയ ഡ്രമ്മിനകത്ത് വെച്ച് പിടിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ള സ്ഥലത്ത് വെച്ച് പിടിപ്പിക്കാം. വലിയ ഉയരത്തിലൊന്നും നമുക്കത് കയറ്റിവിട്ട കാര്യമില്ല. നമ്മുടെ ഒരാൾ ഉയരമാവുന്നുണ്ടെങ്കിൽ അതിന് ഷേപ്പ് വരുത്തി വെട്ടി റെഡിയാക്കി നമുക്കൊരു കുടയുടെ ആകൃതിയിൽ വളർത്തിയെടുത്താൽ ഒരു വർഷത്തിൽ 2 തവണ
നമുക്കിതിൻ്റെ കായ്ഫലം ലഭിക്കും. ഇതിൻ്റെ കായ്ഫലം ഇത് കഴിക്കുന്നതിലൂടെ നമുക്ക് ഒട്ടനവധി നേട്ടങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വളരെ വ്യാപകമായി കണ്ടുവരുന്ന കരൾ രോഗം, അതായത് കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുക. കൊഴുപ്പെന്ന് പറഞ്ഞാൽ ഇത് മിക്കവാറും ഉള്ളവർക്കെല്ലാം ഉണ്ട്. മോശമായ കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ കൂടുക. അതിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന പ്രകൃതി തന്നിരിക്കുന്ന ഒരു വരദാനമാണ് ഈ കടച്ചക്ക അഥവാ ചീമച്ചക്ക. പിന്നെ മറ്റൊന്ന്, ഈ കടച്ചക്കയ്ക്ക് നമ്മൾ യാതൊരു വിധത്തിലുള്ള വിഷങ്ങളും കീടനാശിനികളും തളിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ ഗുണപ്രദമായി നമുക്കിത് അനുഭവിക്കാൻ, ആസ്വദിക്കാൻ, കഴിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ധാരാളം കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഊർജ്ജം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മളിത് കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇത് പുഴുക്കായിട്ട് കഴിക്കാം. തേങ്ങാപ്പാൽ ഒക്കെ വേവിച്ചിട്ട് പുഴുക്കായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ചോറോ മറ്റൊന്നും തന്നെ കറികളോ ഒന്നും കഴിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യമായ സകല ഊർജ്ജവും ഈ പുഴുക്കായിട്ട് കഴിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് കിട്ടും. അപ്പോൾ പുഴുക്കുണ്ടാക്കാം. അതുപോലെ തന്നെ ഇത് ഉപ്പേരിയാക്കി തൊലിയായി കളഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞ് ഉപ്പേരിയാക്കി കഴിക്കാം. അതുപോലെ തന്നെ മസാലക്കറി, നമുക്ക് മാംസം, ഇറച്ചിയൊക്കെ കറി വെക്കുന്നതുകൊണ്ട് തന്നെ കറി വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള നിരവധി വിഭവങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പ്രമേഹ രോഗികൾ കഴിക്കാതിരിക്കുന്നില്ല. കാരണം ധാരാളമായിട്ട് ഗ്ലൂക്കോസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പം ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല ജോലി ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു പോഷക ഗുണമുള്ള ഒരു ആഹാര പദാർത്ഥം കൂടിയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഇത് വെച്ച് പിടിപ്പിച്ചാൽ കടം കയറുമെന്നും ശവം കൊണ്ട് നിറയുമെന്നും ഒക്കെ ഉള്ള ആ പറച്ചിലുകൾ വളരെ തെറ്റാണ്. പകരം ഈ പാഴായി കിടക്കുന്ന പുരയിടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ലെയർ ചെയ്ത തൈകൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അതേ വർഷം തന്നെ കായ്ക്കുകയും നമുക്ക് നമ്മുടെ ആളുകൾക്ക് ഇത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുകയും ഒപ്പം ഇത് വിറ്റ് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. പറയത്തക്ക പരിചരണങ്ങളൊന്നും തന്നെ ഇതിന് ആവശ്യമില്ല. പിന്നെ നല്ല വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ, നല്ല ജലസേചനം കിട്ടിയെങ്കിൽ മാത്രമേ ഇത് നല്ല കായ്ഫലം കിട്ടത്തുള്ളൂ. ഒരു വർഷത്തിൽ 2 തവണ നമുക്ക് ഇത് കായ്കൾ തരുന്നുണ്ട്. അപ്പം പുഴുക്കായിട്ടും കറിയായിട്ടും ഉപ്പേരിയായിട്ടും ഒക്കെ നമുക്ക് ഇത് കഴിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇല മികച്ച ഒരു വളം കൂടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്ഥലമുള്ളവർ, പാഴായി കിടക്കുന്ന സ്ഥലമുള്ളവർ കാടൊക്കെ തെളിച്ചതിന് ശേഷം ഇതിന് ലെയർ ചെയ്ത തൈകളൊക്കെ ഇപ്പം നേഴ്സറിയിൽ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ 3 വർഷം കൊണ്ട് നമുക്ക് നമ്മുടെ വരുമാന മാർഗം 10 ഇരട്ടിയോ 15 ഇരട്ടിയോ ആയിട്ട് വർദ്ധിക്കാം. ആ തരിശായി കിടക്കുന്നിടത്തൊക്കെ ഇത് വളർന്ന് ഇഷ്ടംപോലെ കായ്ഫലം നമുക്ക് തരും. മറ്റുള്ള കൃഷികളെക്കാട്ടിലൊക്കെ, റബ്ബറിനെക്കാട്ടിലൊക്കെ വളരെയധികം ആദായം തരുന്ന ഒരു ഫലവൃക്ഷം കൂടിയാണ് ഈ ചീമപ്ലാവ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള കൃഷി കാഴ്ചകൾ, കൃഷി അറിവുകൾ, കൃഷി രീതികൾ, അത് കഴിച്ചാലുണ്ടാകുന്ന ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് ശേഖരിക്കാൻ, ആ അറിവുകൾ ശേഖരിക്കാൻ താല്പര്യമെങ്കിൽ, ഈ അറിവുകൾ സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാൻ താല്പര്യമെങ്കിൽ, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളിതുവരെ എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനം നൽകിയ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.